നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV ഫിഷിംഗ്. ഇന്ന് 2019 മാർച്ച് 30 ഇപ്പം നമുക്ക് ഒരു വർഷം കൊണ്ട് 1,15,000 സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെ ഉണ്ടാവും. അപ്പം 1,00,000 സബ്സ്ക്രൈബർ ആയതിൻ്റെ എന്താ പറയുക, യൂട്യൂബ് നമുക്ക് പ്ലേ ബട്ടൺ അയച്ചു തന്നിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ കയ്യിരിക്കുമ്പോൾ ഭയങ്കര വല്ലാത്ത സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഇത് കയ്യിലേക്ക് കിട്ടാൻ കാരണക്കാർ നിങ്ങളും കൂടിയാണ്. അപ്പം ഇത് തുറന്ന്, അതായത് പ്ലേ ബട്ടൺ തുറന്ന് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എന്നെ പറ്റിയിട്ട് സഹതാപം തോന്നാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും. അപ്പം സഹതാപമൊന്നും ഇല്ലാണ്ട് തന്നെ എന്താ പറയുക, 1,00,000 സബ്സ്ക്രൈബർ ആക്കി പ്ലേ ബട്ടനൊക്കെ മേടിച്ചിട്ട് നമ്മളെന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെപ്പറ്റി പറഞ്ഞെന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ സഹതാപം കാണിച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നെ പറ്റിയിട്ട്. ഇനി എന്തായാലും ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ വന്ന വഴി അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കഥയെന്ന് വേണമെങ്കിൽ പറയാം, അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹൈക്കോടതി മുനമ്പം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് വാടകയില്ലാതെ ഉടമ വിട്ടു നൽകി. ഒരു ദിവസം മുഴുവൻ സർവീസ് നടത്തി ലഭിക്കുന്ന തുക ചികിത്സാ ഫണ്ടിലേക്ക് നൽകും. ബസ്സിലെ ജീവനക്കാരായി എത്തിയത് ലോ കോളേജിലെ വിദ്യാർത്ഥികളും വൈപ്പിനിലെ നാട്ടുകാരുമാണ്. അദ്ദേഹത്തിൻ്റെ ഡയാലിസിസിന് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് വേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുഞ്ഞ്, അമ്മ, അവർ ഗർഭിണി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്നേഹം ഇതിൽ പങ്കുവയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് വലിയ സഹായമാവുകയാണ്. ടൈൽസ് പണിക്കാരനായ ഉണ്ണി ജോർജ് നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത്. അധികം വൈകാതെ വൃക്ക മാറ്റിവെക്കണം. മാതാവ് ജൈനമ്മ ദാതാവാകും. ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപയാണ് ചിലവ്. ഗർഭിണിയായ ഭാര്യയും 4 വയസ്സുകാരനായ മകനും അടങ്ങുന്നതാണ് ഉണ്ണി ജോർജിന്റെ കുടുംബം. മീഡിയ 1 കൊച്ചി. എൻ്റെ പേര് റിയ, ഞാൻ ഉണ്ണിച്ചേറിൻ്റെ ഭാര്യയാണ്. 2013 മകന് ഏകദേശം 6 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഉണ്ണിച്ചേടൻ പെട്ടെന്ന് വണ്ണം വയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇത് ഓരോ ദിവസം കൂടി വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്. സംഭവം ഇയാളെ ആദ്യം ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇയാളും കൂടിയാണ് പോയത്. രാവിലെ ഒരു 10 മണിയായപ്പോൾ പോയി. ഒരു 5 മണിയൊക്കെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ അവരുകൊണ്ട് ഇയാളെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇയാൾ അനിയൻ വന്ന് കഴിഞ്ഞപ്പോൾ പയ്യനെ ആണുങ്ങൾ പോന്നു. ഞാൻ പോന്ന് വീട്ടിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കിയപ്പോൾ ചേച്ചി ഫോൺ എടുത്തിട്ട് തന്നെ ഉണ്ണിച്ചേട്ടൻ ICUലാണ്, സീലാണ്, അങ്ങനെ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ അന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഉണ്ണിച്ചേട്ടൻ കിഡ്നി ഫെയിലിയർ ആണെന്ന്. അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായി എനിക്ക്. കാര്യം ചെറിയൊരു കൊച്ച് 6 മാസമേ അവനായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ ഒരു ദുശീലങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ, മദ്യപാനമോ പുകവലിയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനൊരു അസുഖം വന്നു പറഞ്ഞപ്പോൾ തന്നെ വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറിന് തൽക്കാലം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് റോബിൻ, ഇതെൻ്റെ സ്വന്തം ചേട്ടനാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടാ പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. കുഴപ്പങ്ങളൊന്നുമില്ലാതെ, മരുന്നുണ്ടായിരുന്നെങ്കിലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി പോയിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾ 3 വർഷം മരുന്ന് കഴിച്ചു. രണ്ടാമത്തെ കുട്ടീനെ സൂലാണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ണിച്ചേറിൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ ചെറുപ്രായമായതുകൊണ്ട് ഉടനെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്താനായിട്ട് പറഞ്ഞു. വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. കാര്യം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേർന്ന ഒരു കിഡ്നി വേണമല്ലോ. അപ്പം അമ്മ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്തു, എൻ്റെ മോൻ ജീവിക്കണം. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ഉണ്ടായി അത് കേട്ടപ്പോൾ. പക്ഷെ എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങളതിന് സമ്മതിക്കണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മ എനിക്ക് ജന്മം തന്നു. എനിക്ക് രണ്ടാമത് പിന്നെ ജീവിതം കൂടിയാണ് തന്നത്. പിന്നെ ഓപ്പറേഷന് എന്താ പറയുക, 7 ലക്ഷം രൂപ ഓപ്പറേഷന് വേണം. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 7 ലക്ഷത്തിന് മുകളിൽ വരുമെന്ന് തോന്നുന്നു ചിലവ്. അപ്പം പിന്നെ എല്ലാവരും കൂടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. എനിക്കൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും എൻ്റെ മകൻ രക്ഷപ്പെട്ടാൽ മാത്രം മതിയെന്നാണ് എനിക്ക്. ഉണ്ണിച്ചേട്ടൻ്റെ ഓപ്പറേഷന് വേണ്ടി പൈസ കളക്ട് ചെയ്യാനായിട്ട് പത്രങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യം കൊടുത്തു. ഫ്ലെക്സ് ബോർഡുകൾ അടിച്ച് റോഡുകളിൽ വെച്ചു.
വീടുകളിൽ ഇറങ്ങി സംഭാവന വിരിപ്പിച്ചു. അവസാനം ഞങ്ങൾ സ്മാഷേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മാന കൂപ്പൺ ഇറക്കുകയുണ്ടായി. അത് വൻ വിജയമായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ വരെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഓരോരുത്തരുടെ കുത്തുവാക്കുകൾ. ചുരുക്കം പറഞ്ഞാൽ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ട്. ബക്കറ്റ് വരെയുമായി ഞാൻ ഓരോരുത്തരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ഓപ്പറേഷൻ എന്തോരം പൈസ വേണം അത്രയും പൈസ തന്നെ വേണം ഓപ്പറേഷൻ കഴിഞ്ഞു. ഉണ്ണിച്ചനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം ഡയാലിസ് സ്റ്റാർട്ട് ചെയ്ത് 3 മാസമായപ്പോൾ തന്നെ 85 കിലോ ഉണ്ടായ ആൾ 60 കിലോ ആയി, എല്ല് പോലെയായി. പിന്നെ നടക്കാൻ പോലും ഒട്ടും പറ്റണില്ല. ഛർദ്ദിച്ച് ചോര വരെയും ഛർദ്ദിക്കും. രാത്രിയാണെങ്കിൽ ഒട്ടും ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഉണ്ണിച്ചേട്ടൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരു ദിവസം ഞാൻ തിരിച്ചു വരുമെന്ന്. അങ്ങനെ വെള്ളം കുടിക്കാണ്ടും മൂത്രം ഒഴിക്കാണ്ടും ഒരു 6 മാസം കഴിഞ്ഞു. 2016 ഓഗസ്റ്റ് 9 എറണാകുളത്ത് PVS ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോർജ് കെ നൈനാൻ പുള്ളിയുടെ നേതൃത്വത്തിലാണ് എൻ്റെ അമ്മയുടെ കിഡ്നി എനിക്ക് മാറ്റി വെച്ചത്. നമ്മുടെ പഴയ കിഡ്നി പുറകിൽ തന്നെ ഉണ്ടാവും, അതൊന്നും ചെയ്യൂല. ഫ്രണ്ടിൽ ഈ ഭാഗത്താണ് നമ്മുടെ പുതിയ കിഡ്നി വെക്കുന്നത്. ഒരു 18 സ്റ്റിച്ച് ഉണ്ടാവും, അരുവാള് പോലെ ഇരിക്കും. ഇതിങ്ങനെ 18 സ്റ്റിച്ച് ഈ ഭാഗത്തുണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് പുതിയ കിഡ്നി വെക്കണം. എനിക്കിപ്പം 3 കിഡ്നി ഉണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞും ഒരുപാട് ചിലവുകളുണ്ട്. ഞങ്ങൾ ഫ്ലാറ്റിൽ 3 മാസം താമസിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. മരുന്നിന് ഒരുപാട് പൈസ ചിലവാകും. ഇപ്പോൾ ഞാൻ മാസം ഒരു 8,000 രൂപയുടെ അടുത്ത് എനിക്ക് മരുന്നിന് വരും. ഇപ്പോൾ ആ സമയത്തൊക്കെ 15,000-16,000 രൂപ ഒരു മാസം വരുമായിരുന്നു. അപ്പം പൈസയൊക്കെ തീർന്നു, വീട്ടിൽ വന്നു, പൈസയൊക്കെ തീർന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? എനിക്ക് ടൈൽ പണിക്ക് പോകാൻ പറ്റില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. കയ്യിൽ കാശ് വേണ്ടേ? അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും പൈസ കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ചാനൽ തുടങ്ങാമെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും അന്ന് എൻ്റെ കാശുണ്ടാവുന്നില്ല. എൻ്റെ പേര് സ്റ്റാലിൻ, ഉണ്ണിയുടെ ഫ്രണ്ടാണ്. നല്ല തുടങ്ങണ കാര്യം ഉണ്ണി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഫിഷിങ് മാത്രം പോരാ, കുക്കിംഗ് കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. എഡിറ്റിങ് ഞാൻ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് എഡ്വിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനും ഞാനും കൂടി ആയിരുന്നു എഡിറ്റിങ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ. ഇങ്ങനൊരു കാര്യം പെട്ടെന്ന് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം അന്നേരം ഓർമ്മ വന്നു. ഞങ്ങൾ ഒരുപാട് നാൾ ദൂരെ പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ണി കുറേ കറിയൊക്കെ കയറും. പിന്നെ അന്നേരം കറി വെച്ച് കഴിഞ്ഞാൽ അച്ചിങ്ങ കറി വെച്ചാലും മീൻ കറി വെച്ചാലും എല്ലാത്തിനും ഒരേ ടേസ്റ്റ്. അതാണ് ഞാൻ ആദ്യം ആലോചിച്ചിട്ട് ഉണ്ണി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതും ഞാൻ ചിരിച്ചവനെ കളിയാക്കിയതോ തന്നെ. പക്ഷേ ആ ഉണ്ണി ആ ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ ഉണ്ണിയുടെ ഏത് കറി വെച്ചാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യതയുണ്ട്. ഞാനും അവനും കൂടിയാണ് ആദ്യമായിട്ട് സ്റ്റിക്കും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട്. ഞങ്ങൾ പോകുമ്പോൾ സമയത്ത് മീൻ പോയിട്ട് ഒന്നും കിട്ടില്ല. പിന്നെ ആ സമയത്ത് എന്ത് വെച്ച് ഫിഷിംഗ് വീഡിയോ കാണിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവന് എന്താണെങ്കിലും ഒരു റിസ്ക് എടുത്ത് അവൻ തുടങ്ങി. അത് നല്ല രീതിയിൽ പറഞ്ഞതിൽ വളരെ സന്തോഷം. അടുത്ത കൂട്ടുകാരൻ അതുപോലെ തന്നെ ഉണ്ണിയുടെ വീഡിയോയിൽ കുറേ കമൻസ് കേട്ടിട്ടുണ്ട്. ഉണ്ണി വെള്ളം അടിക്കുക, അത് ലിക്കർ അടിക്കുക, കള്ള് കുടിക്കുന്ന ആളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഒരു ഇച്ചിരി വെയിലത്ത് നിന്നൊരു സോഡ കുടിച്ചാൽ തല ഇറങ്ങി വീഴുന്ന ആളാണ് എൻ്റെ അറിവിലുണ്ട്. ഒന്നാമത്തെ കാര്യം ഉണ്ടായി 10ാം ക്ലാസ് തോറ്റത്. യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ. മാത്രമല്ല ക്യാമറയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ചമ്മലുള്ള വ്യക്തിയാണ് ഉണ്ണി. ഇത് ഞാൻ അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് എനിക്കിനി വേറെ ഒന്നും നോക്കാനില്ല, ഇതെൻ്റെ ലാസ്റ്റ് അറ്റാണ്. മാത്രമല്ല പൈസക്ക് ആൾക്കാരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ക്യാമറ മുന്നിലേക്കുമ്പോൾ എന്താ പ്രശ്നം? ചേട്ടപ്പ സീനായി. ആദ്യം ഉണ്ണിച്ചേട്ടാ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ചാനൽ തുടങ്ങാണ്ട്, അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം, യൂട്യൂബ് ചാനലാന്നൊക്കെ പറഞ്ഞ് നമുക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാവോ അല്ലെങ്കിൽ ഫ്ലോപ്പാവോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ വരുന്നത് പുള്ളി ആദ്യം ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ ഫിഷിങ്ങിൻ്റെ കാര്യങ്ങൾ കേട്ട്. അപ്പോൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഇതൊക്കെ വല്ല നടക്കുമോ, നമുക്ക് നാണം അങ്ങനത്തെ കൂടെ കയറും. പിന്നെ പുള്ളി വന്ന് പറയുമ്പോൾ ചെയ്യണമല്ലോ, നമ്മൾ ചേട്ടൻ്റെ സ്ഥാനത്തായതുകൊണ്ട് അങ്ങോട്ട് ചെയ്ത്. പിന്നെ പുള്ളി അങ്ങോട്ട് നിന്ന് വളരാൻ അങ്ങോട്ട് തുടങ്ങി. ഇപ്പോൾ ടോപ്പായി, ഹിറ്റായി, പൊളിയായി. വലിയ സന്തോഷമുണ്ട്. പുള്ളി ഇനിയും ടോപ്പാകും, ഇനി ഹിറ്റാവും നമുക്കറിയാം. പുള്ളിക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാ പൊളിയും നേരുന്നു. ഓക്കെ. ഞാൻ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുമ്പം ആർക്കും പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ നാൾ കുത്തിയിരുന്ന് യൂട്യൂബിനെ പറ്റി കുറേയൊക്കെ പഠിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, നമ്മളുള്ളതുപോലെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു.
പിന്നെ എന്താ പറയുക വീഡിയോ കാണുന്നവരുടെ മനസ്സിലായിട്ട് കയറി ചെല്ലാനായിട്ട് നമ്മൾ എന്താ പറയുക നമ്മളങ്ങോട്ട് ശരിക്കും ജീവിക്കുകയാണ് ചെയ്തത്. ക്യാമറയുടെ മുമ്പിൽ ഒട്ടും അഭിനയിച്ചിട്ടില്ല സത്യമായിട്ടും. പിന്നെ സംഭവം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്റ്റാലിന് ഇപ്പം ഇടയ്ക്ക് തിരക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ചില സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് അയർലൻഡിൽ നിന്ന് സഞ്ജയ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് വിളിക്കുമായിരുന്നു. പുള്ളി നമുക്ക് ഒരു കാനോൺ G7X ക്യാമറ വാങ്ങിച്ചത്. അതിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാമറ വന്നത് ശരിക്കും നമ്മുടെ ചാനലിന് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. എനിക്ക് കുറേ പരിമിതികളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഫിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള ഫിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് കാരണം പുള്ളിക്ക് 5 കിലോത്തിന് കൂടുതൽ വെയിറ്റ് പുള്ളിക്ക് പൊക്കാൻ പറ്റിയത്. ഒരു കുറച്ച് നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തളർന്നു പോകും. നടക്കുമ്പോൾ പാളിയേ പോകും. പിന്നെ ഉപ്പും പുളിയില്ലാത്ത ഭക്ഷണമാണ് പുള്ളി വീട്ടിൽ കഴിക്കണത്. രാത്രി ഓട്സ് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. നമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര എരിവും പുളിയും കാര്യങ്ങളൊക്കെ ഉള്ള അതൊക്കെ പുള്ളി ഭയങ്കര ഡെഡിക്കേഷനോടുകൂടിയാണ് പുള്ളി കഴിച്ച് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിച്ച് കാണിച്ചാലേ ആൾക്കാരിലേക്ക് അത് കറക്റ്റായിട്ടുള്ള ഫീൽ കിട്ടുള്ളൂ എന്നാണ്. 100% ഡെഡിക്കേഷൻ ചെയ്യണ വർക്കിന് കാണിക്കണ പുള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ് പുള്ളി. Presented to IMKV Fishing and Cooking for passing 1 lakh of കണ്ണാടിയായിട്ടാണ് തോന്നുന്നുണ്ട്. എൻ്റെ അളിയനും പിന്നെ ടിറ്റോ ഞാറക്കൽ പുള്ളിയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ബസ് യാത്ര സംഘടിപ്പിച്ചത്. അപ്പം അതിൽ ഹൈബീഡൻ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു, ദിലീപ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ രണ്ടുപേരെയും നേരിട്ട് കണ്ടിട്ട് എനിക്ക് നന്ദി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതുമാത്രമല്ല ബാങ്കിൽ ഇനി ഒരു 1.5 ലക്ഷം രൂപ കിടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അടച്ചിട്ട് ആധാരം എടുത്ത് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വീട് വെക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയുക നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം, യാത്ര ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ എടുക്കണം, അങ്ങനെയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ആഗ്രഹങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പരിധിവരെ ഞാൻ വിജയിച്ചു എന്ന് തന്നെ എനിക്ക് പറയാം. ഇനി എനിക്ക് പറയാനുള്ളത് നന്ദിയാണ് എല്ലാവരോടും. എനിക്കറിയില്ല ആരോടൊക്കെ നന്ദി പറയണമെന്ന് ശരിക്കും ഇപ്പോഴും എനിക്കറിയില്ല. കാര്യം എൻ്റെ പത്രത്തിലെ പരസ്യം ഫ്ലെക്സ് ബോർഡിൽ വെച്ചിട്ട് പരസ്യം കണ്ടിട്ട് ഒക്കെ ഒരുപാട് ആൾക്കാർ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാവർക്കും ഞാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെല്ലാവർക്കും നന്ദി. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ വീഗാർഡ്, പിന്നെ ജോയ ലുക്കാസ്, പിന്നെ ഗൾഫിൽ നിന്നൊരു സംഘടന, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നമ്മുടെ ഈ പൈസ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് മുത്തൂറ്റുണ്ടല്ലോ, മുത്തൂറ്റിൽ നിന്ന് നമുക്ക് മാസം 2000 രൂപ പെൻഷൻ കിട്ടാൻ തുടങ്ങിയായിരുന്നു. അത് ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ആ പെൻഷൻ അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ പോലും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരോട് നന്ദി. പിന്നെ നമ്മുടെ സ്മാഷേഴ്സ്, നമ്മുടെ ചങ്ക് കൂട്ടുകാർ, ക്ലബിലെ സുഹൃത്തുക്കൾ, അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ലോകത്തിൻ്റെ പല കോണിലിരുന്ന് എന്നെ അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ട് എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിച്ച് വീഡിയോ ഷെയർ ചെയ്ത് എല്ലാം ചെയ്ത് എല്ലാവർക്കും ഇത് കണ്ട ചങ്ക് പറിച്ച് നന്ദി. എന്താ പറയുക നന്ദി മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ഞാൻ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് ഒരു ദിവസം. ആ ദിവസം എന്താ പറയുക ആ ദിവസം ദൂരമല്ല, ഉടനെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂട്ടാനൊക്കെ ഉള്ള പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പറയുക പിന്നെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് ഒരിക്കലും. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ ഈ ചെറിയ എന്നെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഈ ചെറിയ എന്താ പറയുക അനുഭവം അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ
അത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണാം. അപ്പം എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് നന്ദി.